Okay, good morning. Good morning, Miss. Okay. So the next heading is bottom-up evaluation of inherited attribute. Okay. So already ഒരു parser stack വെച്ചിട്ട് we have implemented എന്താണ് bottom-up evaluation of synthesized attribute ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. അതുപോലെ തന്നെ bottom-up evaluation of inherited attribute ചെയ്യാം. Okay. So bottom-up parser എന്ന് പറയുമ്പോൾ it is a shift reduce parser. Either we need to shift or otherwise reduce. Okay. So shift a value into the stack or otherwise reduce the value. Stackലുള്ള value reduce ചെയ്യാം. Okay. So here let's consider the input as real id1 comma id2 id1 comma id2. Let the input be real id1 comma id2 and stack variable and production used. Okay, so consider the set of productions ഏതാണ് മറ്റ് t derives d derives tl t derives real t derives int എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ എഴുതിയിട്ടില്ലേ ആ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യാം. Okay, now we can evaluate the input real id1 comma id2. Okay, clear ആണോ? എന്താ എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായോ? Aravind? Madhav? Sir. Hello. Hello. Sir. One second. Of inherited attribute. Consider am I audible? Here comes. Okay, fine. Okay, ആ ഗ്രാമർ കൺസിഡർ ചെയ്യുക. ഏത് ഗ്രാമർ ആണ്? d derives tl, t derives real or int അല്ലെങ്കിൽ float.
then എന്തായിരുന്നു L derives L comma ID and L derives ID. Okay, ആ സെയിം സെറ്റ് ഓഫ് ഗ്രാമർ കൺസിഡർ ചെയ്യാം. നൗ വി ക്യാൻ അപ്ലൈ എന്താണ് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹൗ ടു ഇവാലുവേറ്റ് ഓർ ഹൗ ടു ചെക്ക് വെദർ ദിസ് പെർട്ടിക്കുലർ ഇൻപുട്ട് ഇസ് accepted or not. Okay, so by using bottom up evaluation of inheritor attribute. So bottom up evaluation എന്ന് പറയുമ്പോൾ we can start from എന്താണ് the input to root symbol ആണ്. Okay, so ഇവിടെ ഓൾറെഡി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന്റെ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോർ ദാറ്റ് there it have a stack with two values ആയിരുന്നു, ഗ്രാമർ സിമ്പിൾ as well as അതിന്റെ വാല്യൂ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. Okay, so here നമുക്ക് എന്താണ് here also we need a stack. ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും, ഓർ അതർവൈസ് എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് ആ ഇൻപുട്ടിനെ റെഡ്യൂസ് ചെയ്യും. Okay, so first real initially the stack is empty and the production ഒന്നും യൂസ് ചെയ്യുന്നില്ല. Then എന്ത് ചെയ്യാം, the input real is shifted to stack. Okay, so it becomes എന്താണ് ID1, ID2. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്റ്റാക്കിൽ എന്താണ്, ജസ്റ്റ് ഒരു അസംഷന് വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. സ്റ്റാക്കിൽ ഇറ്റ് ഹാസ് ദ വാല്യൂ റിയൽ ദയർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ അല്ലേ? അതെ. ഓക്കെ, നൗ എന്ത് ചെയ്യണം, ഈ റിയലിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതിക്കോ, ഷിഫ്റ്റ് റിയലിനെ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ ഏതാണ്, ടി ഡിറൈവ്സ് റിയൽ. ഓക്കെ, സോ വാട്ട്സ് ദ വാല്യൂ ഇൻ ദ സ്റ്റാക്ക് നൗ? അപർണ ഡി. അപർണ പ്രതാപ്. What's the value? അപർണ അറിയില്ല. ടി. സോ റിയൽ എന്നുള്ള ഇതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യും, ബൈ ദ പ്രൊഡക്ഷൻ ടി ഡിറൈവ്സ് ടു ടി. സോ ദ സ്റ്റാക്കിലുള്ള വാല്യൂ ബിക്കംസ് ടി ദേ. ഓക്കെ, ദെൻ ഇൻപുട്ടിൽ ചേഞ്ച് ഇല്ല, ഇൻപുട്ട് ID1, ID2. ഓക്കെ, സോ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അർജുൻ? സ്റ്റാക്കിന്റെ അകത്തോട്ട് വരുന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ഏതിനെ സ്റ്റാക്കിലോട്ട് ഇടണം? ID എന്താ ID1 അല്ലേ? ഷിഫ്റ്റ് ഏതിനെ ഷിഫ്റ്റ് ചെയ്യാം, ID1നെ ഷിഫ്റ്റ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് എന്താണ്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. ഇറ്റ്സ് നോട്ട് വരയ്ക്കണം എന്ന് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരയ്ക്കുന്നത്. സോ സ്റ്റാക്കിൽ ID1. ഓക്കെ, now what's the next step? What's the next step? Arvind? Arvind? Hello. Okay, what's next step? ID1 L. Okay, so that is reduce ID by production. Idana L derives ID.
സോ ഇറ്റ് ബിക്കംസ് ഇവിടെ ഐഡിനെ ഷിഫ്റ്റ് ചെയ്തു. സോ ദ റിമൈനിങ് ഇൻപുട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ദാറ്റ് ഇസ് കോമ ID2. T derives ID1 ആയിരുന്നു. Now we have to reduce എന്താണ് ID1നെ reduce ചെയ്യുക to L ആയിട്ട് reduce ചെയ്യുക. So it becomes എന്താണ് ID2 TL. Okay. So what's the next step? Next step എന്താണ്? Next step എന്താണ്? അഞ്ജലി? മിസ്സേ What's the next step? മിസ്സേ ഈ ഡിയിലെ മിസ്സേ ഈ ഡി ഡിറൈവ്സ് അല്ലേ TL? T derives DL ചെയ്യാം. That is either നമുക്ക് ഈ ഷിഫ്റ്റ് റെഡ്യൂസ് ചെയ്യാം or otherwise എന്ത് ചെയ്യാം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അല്ലേ? Okay. So here it's a conflict. എപ്പോഴും ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൽ we have എന്താണ് ഷിഫ്റ്റ് റെഡ്യൂസ് conflict will be there. Okay. So the next step എന്ന് പറയുന്നത് ഷിഫ്റ്റ് കോമ. Okay. Now it becomes എന്താണ് ID2 മാത്രം ഇവിടെ TL then comma. Okay, what is the next step? Sandra? മിസ്സേ അടുത്ത ID2 അല്ലേ? L comma ID2. അതായത് അതിനെ ഫോളോ ചെയ്ത് വരുന്ന ആ നമ്പർ എന്ന് പറയുന്നത് വിച്ച് റെപ്രസെന്റ്സ് എന്താണ് ഫസ്റ്റ് ഐഡന്റിഫയർ സെക്കൻഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ. സോ ആ സഫിക്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. നൗ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വിഷ്ണുപ്രിയ? വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വിഷ്ണുപ്രിയ? ജോസ്വൻ? L derives L comma ID എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ അല്ലേ? Used by production ID. So it becomes എന്താണ് T derives L. Okay. So the last step എന്ന് പറയുന്നത് എന്താണ് വീണ്ടും ഇതിനെ reduce ചെയ്യുക. That is D derives TL. So which becomes D. Okay. So this is how bottom up evaluation of inherited attribute is done. അതായത് ഇൻപുട്ട് എടുക്കുക, ഇൻപുട്ടിൽ നിന്ന് എന്ത് ഡിറൈവ് ചെയ്യുക, റൂട്ട് ഡിറൈവ് ചെയ്യുക. ഓക്കെ. So the next topic is ഇതിൽ ആ ഷിഫ്റ്റ് കോമ വന്ന എങ്ങനെയാന്ന് പറയാം? കോമ ഇവിടുത്തെ ഒരു ഇൻപുട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. പൊതുവെ അങ്ങനെയല്ലേ കൊടുക്കുക. നമ്മളൊരു 2-3 ഐഡന്റിഫയേഴ്സ് 2-3 വേരിയബിൾസിനെ ഇന്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇന്റ് A, B, C എന്നായിരിക്കും സ്പെസിഫൈ ചെയ്യുക. അല്ലെ? A, B, C എന്നായിരിക്കും സ്പെസിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് ഫസ്റ്റ് ഐഡന്റിഫയർ, സെക്കൻഡ് ഐഡന്റിഫയർ, തേർഡ് ഐഡന്റിഫയർ. ഓക്കെ. സോ ദ നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടുതലാണെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ID1, ID2, ID3 ആണെങ്കിൽ ഒരു 2 സ്റ്റെപ്പും കൂടി എക്സ്ട്രാ വരും. ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. ആ പാസ് സ്റ്റാക്ക് വെച്ചിട്ട് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് is about translation scheme.
ട്രാൻസ്ലേഷൻ സ്കീം. ഓക്കെ, സോ നിങ്ങൾക്ക് സിലബസിൽ ട്രാൻസ്ലേഷൻ സ്കീം മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാൻസ്ലേഷൻ സ്കീം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം ട്രാൻസ്ലേഷൻ സ്കീം എന്താണെന്നുള്ളത്. സോ ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്സ് ദി സെമാന്റിക് റൂൾ എലോങ് വിത്ത് ദി പ്രൊഡക്ഷൻ. ഓക്കെ, സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷനും ട്രാൻസ്ലേഷൻ സ്കീമും ആണ് രണ്ട് ടൈപ്പിൽ നമുക്ക് സെമാന്റിക് അനാലിസിസ് പെർഫോം ചെയ്യാൻ പറ്റുക. ബട്ട് ഹിയർ ദ ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറയുന്നത് എലോങ് വിത്ത് ദ പ്രൊഡക്ഷൻ ഹിയർ വി യൂസ് ടു എംബഡ് ദി സെമാന്റിക് റൂൾസ്. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷന്റെ ഒപ്പം തന്നെ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ട്രാൻസ്ലേഷൻ സ്കീം, അതായത് സെമാന്റിക് റൂൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? ക്ലിയർ. ഓക്കെ, സോ അപ്പൊ നോർമലി ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന എന്താണ്? STD, ദാറ്റ് ഇസ് സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ ഫോർ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ. എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനിൽ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിന് ഒരു എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? നമ്മൾ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ എന്താണ്? Here we need to include the semantic rules along with the production. അതായത് if it is E derives E plus T ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? സെമാന്റിക് റൂൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് സെമാന്റിക് റൂൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ പ്രൊഡക്ഷന്? E dot value is equal to E dot value plus T dot value. അതന്നെ. സോ ഇവിടെ എഴുതുമ്പോൾ എന്താണ്? വി ക്യാൻ റൈറ്റ് ദ സെമാന്റിക് റൂൾ ലൈക്ക് ദിസ്. എന്താണ്? സോറി, ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്തായിരുന്നു? L derives E N ആയിരുന്നു അല്ലെ? സോ അതില് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ ട്രാൻസിഷൻ സെമാന്റിക് റൂൾസ് എഴുതിയത്. സോ ദാറ്റ് ഇസ് പ്രിന്റ് E dot val. So here within a curly bracket along with the production we can write എന്താണ്? The semantic rule. That is the translation scheme. So translation scheme എന്ന് പറയുമ്പോൾ along with the production we need to write the semantic rules. Okay. So അപ്പൊ ബാക്കിയുള്ള പ്രൊഡക്ഷൻ നമുക്ക് അതുപോലെ എഴുതാം. That is E derives E plus T ആണെങ്കിൽ റൂൾ എന്താണ്? E dot val is equal to E dot val plus T dot val. Similarly, E derives T. E derives T. ആരെങ്കിലും ഒന്ന് പറയാമോ? Sure, the E dot val is equal to T dot val. E dot val is equal to E dot val. Then T derives T star F. That is T dot val is equal to T dot val star F dot val. T derives F, so it is T dot val is equal to F dot val. F dot digit is equal to Okay, is it clear? So this is syntax directed translation for desktop calculator. Okay, so already എഴുതിയതാണ്. ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന? പ്രൊഡക്ഷൻ സെപ്പറേറ്റ്, സെമാന്റിക് റൂൾ സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. Here we need to add the semantic rule along with the production. So that is syntax directed translation scheme. Okay, so this is syntax directed translation scheme. Now we can use the same set of production to convert എന്താണ്?
the given expression infix to prefix ഉം infix to postfix conversionഉം ഇവിടെ തന്നെ ഈ എക്സ്പ്രഷനിൽ എങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സ് ആയിട്ടും പോസ്റ്റ്ഫിക്സിനെ ഇൻഫിക്സിനെ പ്രിഫിക്സ് ആയിട്ടും ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സ് ആയിട്ടും കിട്ടുന്നത് നോക്കാം. ഓക്കെ ഓക്കെ സോ ഹിയർ വൺ മോർ പോയിന്റ് ടു ബി ആഡഡ് ഇസ് if it is a synthesized attribute ആണെങ്കിൽ the semantic rules is appended at the last. If it is synthesized attribute ആണെങ്കിൽ the semantic rule is added at the last ആണ്. Okay okay അത് ഇൻഹെറിറ്റഡിന്റെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഇത് ഇത്രയും ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? മനസ്സിലായോ? Okay. Now we can write എന്താണ് the same expression use ചെയ്തിട്ട് infix to translation scheme for converting infix to prefix. The expression in infix to prefix. Okay. Now here ഇതില് ഇൻഫിക്സ് ടു പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യണ്ട. നമുക്ക് ഇൻസ്റ്റഡ് എന്താണ് വരേണ്ടത്? ജസ്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റർ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ആ വാല്യൂ ആണെങ്കിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം, ആ ഡിജിറ്റ് ആണെങ്കിൽ ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ സോ അപ്പൊ ഒരു എഫ് ഡിറൈവ്സ് ഡിജിറ്റ് ആണ് വരുന്നെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി ട്രാൻസ്ലേഷൻ സ്കീം ആസ് പ്രിന്റ് digit dot lex. Okay, print digit dot lexvar. Okay, next ഇവിടെ വരുമ്പോ here first എന്ത് ചെയ്യാം? First if this is the production ആണെങ്കിൽ first തന്നെ print star then എന്താണ് റെഡ്യൂസ് ചെയ്യാനുള്ളത് t derives t star f. Okay, similarly പ്ലസ് വരുമ്പോ ഇവിടെയും എന്താണ് ഫസ്റ്റ് print പ്ലസ് e plus t. Okay, is it clear? Okay. അപ്പൊ റൈറ്റ് സൈഡിലെ പ്രൊഡക്ഷൻ മൊത്തം മാറ്റിയിട്ടാണോ എഴുതേണ്ടത്? എന്താണ് റൈറ്റ് സൈഡിലെ പ്രൊഡക്ഷൻ മാറ്റുന്നില്ല, പ്രൊഡക്ഷന്റെ കൂടെ എഴുതുന്നതാണ് എന്താണ് ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറഞ്ഞു അല്ലെ? സോ ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷന്റെ ഒപ്പം അതിന്റെ റൂൾ എഴുതുന്നതാണ് ട്രാൻസ്ലേഷൻ സ്കീം. ഓക്കെ സോ എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ, അതായത് ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി എന്ന് വരുമ്പോ എന്ത് ഡിസ്പ്ലേ ചെയ്യാം? ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോ ഇ പ്ലസ് ടി ഇസ് റെഡ്യൂസ്ഡ് ടു ടി ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോ ഏതിനെയും കൂടെ ഡിസ്പ്ലേ ചെയ്യാം? പ്ലസിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ 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 നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എഴുതി എടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ സോ കൺസിഡർ an example. Let the infix expression be 3 star 5 plus 4. Let the infix expression be 3 star 5 plus 4. എപ്പോഴും എളുപ്പം എന്താണ്? We need to draw the pass tree. Okay, so we need to draw the pass tree. So here it is എന്താണ്? L derives E N E എന്താണ്? E is derived as E plus T, again T
ഒന്ന് മേളിലേക്ക് വരയ്ക്കാവേ. Is it clear? അതായത് E derives E plus T എഴുതുമ്പോൾ അതിന്റെ കൂടെയുള്ള സെമാന്റിക് റൂൾ എന്താണ്? ഫ്രഞ്ച് പ്ലസ് ആണ്. അതും കൂടി എഴുതിയിട്ടുണ്ട്. വിത്ത് സെമാന്റിക് റൂൾ ആയതുകൊണ്ട് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് യൂസിങ് ഡോട്ടഡ് ലൈൻ. ഓക്കെ. സിമിലർലി F derives ഡിജിറ്റ് ആവുമ്പോൾ എന്ത് ഡിസ്പ്ലേ ചെയ്യാം? ഡിജിറ്റിനെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഡിജിറ്റ്. Print that digit. ആ ഡിജിറ്റിന്റെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. സോ സിമിലർലി ഹിയർ ഓൾസോ പ്രിന്റ് ദാറ്റ് ഡിജിറ്റ്, അതിന്റെ വാല്യൂ. സോ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് എഫ്. ഇതുവരെയുള്ളത് ക്ലിയർ ആയോ? നോർമൽ പാസ് ട്രീ ആണ് വരച്ചിട്ടുള്ളത്. Along with that, we have represented the semantic rule also. Okay, is it clear? ഇത്രയും ക്ലിയർ ആണോ? അതെ. Okay, so here the input is എന്താണ്? 3 star 5 plus 4 ആണ്. Okay, so here it is 3, here it is 5, here it is 4. Okay. Okay. So ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് ഡിസ്പ്ലേ ചെയ്യുക? ഫ്രം ടോപ്പ് ടു ഡൗൺ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. പ്രിന്റ് സ്റ്റാർ പ്രിന്റ് ചെയ്തു, then 3 പ്രിന്റ് ചെയ്തു. Now again ഇത് പ്രിന്റ് ചെയ്യുക. Okay, so here okay, so the value which is printed is endana plus star 3 5 4. Okay, clear ആണോ അത്? Is it clear? അതെ, ആ ക്ലിയർ ആണ്. ബാക്കി ക്ലിയർ ആണോ അത്? Clear answer. Okay. Now similarly എന്താണ്? If we need to convert എന്താണ് infix to postfix ആണെങ്കിൽ, infix to postfix ആണെങ്കിൽ we can rewrite the expression as നേരത്തെ ഉള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? We can rewrite the expression as L derives En, E derives E plus T. പ്രിഫിക്സ് ആയപ്പോ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പ്ലസിനെ പ്രിന്റ് ചെയ്തു, then ആയിരുന്നു എക്സ്പ്രഷൻ എഴുതിയത്. സോ ഇൻസ്റ്റെഡ് ഹിയർ വി ക്യാൻ റൈറ്റ് എന്താണ്? പ്രിന്റ് പ്ലസ് ഹിയർ. ഓക്കെ, then E derives T, ഒന്നും ചെയ്യണ്ട. T derives T star F. There also here we can print എന്താണ്?
print star T derives F, F derives digit, where we can print എന്താണ് print digit dot x value. So this is the translation scheme for converting infix to postfix. Infix to postfix. Okay. ഒരു എക്സാമ്പിൾ എടുത്തൊന്ന് ചെയ്യാമോ ഇത് വെച്ചിട്ട്? The same case. സെയിം ഒന്ന് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്തേ. 3 star 5 plus 4 ഒന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഓക്കെ ആണത് ബോറടിക്കുന്നുണ്ടോ? ചെയ്യാം. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇത് ട്രീ ഒക്കെ നേരത്തെ പോലെ തന്നെയല്ലേ വരുന്നത്? അതെ, നേരത്തെ പോലെ തന്നെ വരയ്ക്കാം. ആ പ്രിന്റ് ചെയ്യുന്ന ഇത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. എന്തിലാണെങ്കിൽ ലാസ്റ്റ് പോർഷനിലാണ് വരയ്ക്കേണ്ടത്. മിസ് അപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പ്രിന്റ് ചെയ്യണ ഇത് വരുമോ? അങ്ങനെയാണോ? അങ്ങനെയാണ്.
Okay, so here it is L derives E N. E derives ഇങ്ങനെയാണ് കിട്ടിയത് E plus T rent plus E derives T. T derives T star F rent star F derives digit. F derives digit or print digit or like swap print digit. Print digit. Okay, ഇങ്ങനെ കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയും ചെയ്തായിരുന്നു. Okay. Now consider the same input 3 star 5 plus 4. So here the digit B ഇതെന്താണ്? ഇത് 3 ആണ്. ഇതെന്താണ്? 5. This digit is 4. Okay. So now എന്താണ്? First from top to bottom ഇങ്ങനെ നോക്കും. It is എന്താണ്? First print 3. So 3 is printed. Then എന്താണ്? Again ഈ reductions ഒക്കെ perform ചെയ്യും. Then again എന്താണ് print ചെയ്യുക? Then എന്താണ് again print ചെയ്യുക? Print 5. Again എന്തായിരിക്കും print ചെയ്യുക? It's print star. Then print 4. Again print plus. 3 5 star 4 plus. Okay. So this is a translation scheme. So translation scheme for evaluating ഏതാണ് synthesized attributes ആണ്. Okay. So അത് വെച്ചിട്ട് here we have converted എന്താണ് infix to postfix and infix to prefix. Okay. Clear ആണോ അത്? മനസ്സിലായി. Okay. Now one more thing is to be added is inherited attribute നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെയും ട്രാൻസ്ലേഷൻ സ്കീം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഫോർത്ത് മോഡ്യൂളിൽ എന്താണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് വരിക. സോ ട്രാൻസ്ലേഷൻ സ്കീം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ സ്കീം എന്താന്ന് ചോദിക്കാറുണ്ട്. ബട്ട് സിലബസിൽ ട്രാൻസ്ലേഷൻ സ്കീമിനെ കുറിച്ച് ഇൻഡെപ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, now already in the syntax directed definition for declaration statement inherited attributes എന്താണ്, production എന്താണ്, d derives ഒന്ന് പറയാമോ? d derives tl d derives int or float or double. പിന്നെ l derives l comma id. real l derives l1 comma id. പിന്നെ l derives id. l derives id. അതിന്റെ കറസ്പോണ്ടിങ് സെമാന്റിക് റൂൾസ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? സെമാന്റിക് റൂൾസ് എന്താണ്? സെമാന്റിക് റൂൾസ് എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഓരോന്നിന്റെയും സെമാന്റിക് റൂൾസ് എന്തായിരുന്നു? ഇതിന്റെ എഴുതിയപ്പോ എന്തായിരുന്നു എഴുതിയത്? എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ്. ഇത് എഴുതണ്ട, ലിസൺ. എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ്. ഇവിടെ വന്നപ്പോ എന്താണ്? ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു int. Here it is t dot type is equal to float. Here it is t dot type is equal to real. ഇവിടെ വന്നപ്പോ എന്തായിരുന്നു? l dot
L1 dot in is equal to L dot in. As well as എന്ത് എഴുതണം? Add type. This is action to be performed on the simple table, that is add type. Add type of or enter type എന്നുള്ള function use ചെയ്തിട്ട് id dot entry, comma L1 dot in. Here also എന്താണ്? Add type. മിസ് എൻട്രി ടൈപ്പ് എന്നല്ലേ? Entry type. അത് ഫംഗ്ഷൻ നെയിം ആണ് കേട്ടാ. ചില ബുക്കുകളിൽ ആഡ് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, ചിലതില് എൻട്രി ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ഫംഗ്ഷൻ ടു സ്റ്റോർ ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഇൻ ദ സിമ്പിൾ ടേബിൾ. ഓക്കെ, എൻട്രി ടൈപ്പ് id comma entry comma l dot in. Okay. Okay, so here ഇവിടെ എന്താണ് ട്രാൻസ്ലേഷൻ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീം എഴുതുമ്പോൾ here we need to add each and every semantic rules along with the production ആണ്. ഇത് എന്തായിരുന്നു? സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ ആണ്, അതായത് പ്രൊഡക്ഷൻ റൂളും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നൗ വി നീഡ് ടു കമ്പൈൻ എന്താണ് സിൻടാക്സ് ഡയറക്ടർ. നൗ വി നീഡ് ടു കൺവേർട്ട് എന്താണ് സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ ടു സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ. ഓക്കെ, അതിലെന്താ ചെയ്യേണ്ടത്? ട്രാൻസ്ലേഷൻ പ്രൊഡക്ഷന്റെ കൂടെ തന്നെ എന്ത് എഴുതണം? സെമാന്റിക് റൂൾ എഴുതണം. ഓക്കെ, സോ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ എഴുതുമ്പോൾ ഹിയർ ലിസൺ, ഹിയർ ദ വാല്യൂ ഓഫ് എൽ which depends on the value of L which depends on ഏതാണ്? T ആണ്. Okay, the value of L which depends on T ആണ്. Okay, so we can write the semantic rule as L dot in is equal to T dot type L. ഏത് ആട്രിബ്യൂട്ട് ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ തൊട്ട് മുമ്പായിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സെമാറ്റിക് റൂൾ എഴുതുക. ക്ലിയർ? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിന്റെ കേസിൽ ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടി. സോ വി ക്യാൻ റൈറ്റ് എന്താണ്? ആ വാല്യൂയുടെ മുമ്പായിട്ട് എന്ത് എഴുതുക? ആ റൂള് എഴുതുക. ഓക്കെ, ക്ലിയർ? കുഴപ്പമില്ല. ഓക്കെ, നൗ ഹിയർ ഈ കേസിൽ എന്താണ്? ടി എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ സെമാന്റിക് റൂൾ അറ്റ് ദി എൻഡ്. അതുപോലെ തന്നെ എഴുതിയാൽ മതി. ജസ്റ്റ് എന്ത് അപ്പൻഡ് ചെയ്താൽ മതി? ആ സെമാന്റിക് റൂളിനെ ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിൽ ചെയ്ത പോലെ ജസ്റ്റ് അത് അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ കേസിൽ ഇവിടെ വരുമ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ എന്താണ്? L which depends on ഈ L ആണ്. L which L dot in depends on L dot in ആണ്. So we can write the translation scheme as L1 dot in is equal to L dot in, then a production എഴുതുക, that is L comma id. ഈ സ്റ്റെപ്പിൽ ചേഞ്ച് ഒന്നുമില്ല, ദാറ്റ് ഇസ് എന്റർ ചെയ്യാനുള്ള റൂളാണ്. ഓക്കെ, ക്ലിയർ? ഇത് ക്ലിയർ ആണോ? അതെ. Okay, so this is how we used to convert എന്താണ് syntax director definition to syntax director translation. ഓക്കെ, സോ അപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഫോർത്ത് മോഡ്യൂളിൽ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ടൈപ്പ് സിസ്റ്റം, ടൈപ്പ് ചെക്ക്. നോട്ട്സ് ഒക്കെ നോക്കിയായിരുന്നോ നിങ്ങള്? നോട്ട്സ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ?
മിസ് അപ്ലോഡ് ചെയ്തതാണോ മിസ്? ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ, മാർക്കിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഓക്കെ ആണോ എല്ലാവരും? അത് ഓക്കെ. ഓക്കെ ആണ്. നെക്സ്റ്റ് അവർ നമ്മുടെയാണ് കേട്ടാ, 1 o'clock അവർ. അറ്റൻഡൻസ് അതിൽ അതിൽ എപ്പോഴാ ജോയിൻ ചെയ്തേ? ഞാൻ ആദ്യം തന്നെ ജോയിൻ ചെയ്ത മിസ്. പിന്നെ 2 കോള് വന്നപ്പോ ഒന്ന് കട്ടായി പോയിട്ട് അപ്പൊ തന്നെ കേറി. ആണോ? ആ അതിന്റെ അറ്റൻഡൻസ് കുറവാണെന്നുള്ളത് അറിയാലോ അതില്. മിസ് ഞാൻ കേറുന്നത് എനിക്ക് കോള് വരുമ്പോഴാണ് ഈ കട്ടായി പോണത്. ശരി, അത് കോളൊക്കെ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ അറ്റൻഡ് ചെയ്യാറുണ്ടോ? അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോളേജ് മിസ്, നെറ്റ് കട്ടായി പോകും. സിം ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല? കണക്ഷൻ കിട്ടത്തില്ല. കോളൊക്കെ നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യാട്ടാ. കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അറ്റൻഡ് കട്ട് ചെയ്താലും അതിന്റെ ആ ഇത് വെച്ച് ഇത് കട്ടായിട്ട് പിന്നെ നമ്മൾ റീജോയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന്റെ നോട്ടൊക്കെ കംപ്ലീറ്റ് ആണോ? മിസ് കുറച്ച് ഇതുണ്ട്, ഇടയ്ക്ക് കയറാത്തപ്പോഴുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ അറ്റൻഡൻസ് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അറ്റൻഡൻസ് വളരെ കുറവാണ്. ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് അറ്റൻഡൻസ് ഉണ്ടാവില്ല. മിസ് അഭിജിത്ത്, അക്ഷര, Present miss. അഞ്ജലി, Present miss. അഞ്ജു, ആൻഡോ, ബർണാഡി, പ്രതാപ്, അരവിന്ദ്, പ്രസന്റ്. ആരവ്, പ്രസന്റ് മിസ്. അർജുൻ, അങ്ങനല്ല, ഇതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഗെയിം എടുക്കും, അതാണ് ഉദ്ദേശിച്ചത്. ബിച്ചു, ബിച്ചു, ജീവൻ, ജോസ്വിൻ, പ്രസന്റ് മിസ്. കൃഷ്ണരാജ്, Present miss. മാധവ്, Present miss. മറിയ, Present miss. മെർലിൻ, Present miss. ലുബിൻ, ഹാഫിസ്, ചാറ്റ് ബോക്സിലിടുന്നുണ്ടോ? ആരാ? മുബിൻ അല്ലേ? അതെ ഓക്കെ, ഹാഫിസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? മിസ്, ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ വീട്ടിലാണ്, കഴിഞ്ഞിട്ടില്ല. ക്വാറന്റൈൻ, ഹോം ക്വാറന്റൈൻ ക്വാറന്റൈൻ. ഓക്കെ ഓക്കെ, നെഗറ്റീവ് ആയതല്ലേ? ഇല്ല, ആയിട്ടില്ല. നെഗറ്റീവ് ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കട്ടോ. ഓക്കെ, റുബിൻ, നജ്മ, മെനക്കേടാന്ന് പറഞ്ഞുകൊണ്ട്
Naurin, Present, Miss. Parvati, Present, Miss. Sandra, Present, Miss. Sri Prasad, Present, Miss. Shruti, Vishnupriya, okay, Ajina, Present, Miss. ഞാൻ തന്നെ അടിക്കാം. Akhil, അഖിൽ ഉണ്ടായിരുന്നു നേരത്തെ ലെഫ്റ്റ് ആയത്. okay, Josmi, Present, Miss. absentee is Najma, Abarna D, Ando. Okay, വേഗം ഫുഡ് കഴിച്ചിട്ട് 1 മണിക്ക് ജോയിൻ ചെയ്യാട്ടാ. ഓക്കെ, താങ്ക് യു. Okay.